ഉണ്ടായിരിക്കട്ടെ. ഞാൻ എമിലിയ ബിപിൻ. ഞാൻ ചണ്ഡിഗഡ് മർത്തോമ ചർച്ചിലെ മെമ്പറാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി തന്നിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൽ നിന്നും 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങളാണ്. ഇതിലെ 25-ാം വാക്യം ഒന്ന് വായിക്കാം. യേശു അതിനെ ശാസിച്ചു, മിണ്ടരുത്, അവനെ വിട്ടുപോകൂ. ഈ വേദഭാഗത്തിൽ യേശു കഫർനഹൂമിലെ സിനാഗോഗിൽ പ്രവേശിച്ച് പൊതുപ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും ഉപദേശം നൽകുകയും ചെയ്യുന്നു. ഈ സമയം യേശു അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യനെ അധികാരത്തോടെ ശാസിച്ച് അശുദ്ധാത്മാവിനെ പുറത്താക്കുന്നു. ഇവിടെ യേശു പഠിപ്പിക്കാനും ശക്തീകരിക്കാനും സൗഖ്യപ്പെടുത്തുവാനും സ്വതന്ത്രം നൽകുവാനും ദൈവിക അധികാരത്തോടെ ഉപയോഗിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ദൈവിക അധികാരം യേശു കാണിക്കുന്ന അവസരങ്ങൾ ഉണ്ടാകാറുണ്ട്. പൈശാചിക ശക്തികൾ നിറയുമ്പോൾ ദൈവം നമ്മിൽ പ്രവർത്തിക്കുന്നു. നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന അഹങ്കാരം, അത്യാഗ്രഹം, വിദ്വേഷം, പ്രതികാര ബുദ്ധി എന്നിവയാണ് ഈ പൈശാചിക ശക്തികൾ. നമ്മുടെ ഉള്ളിലെ ഈ പൈശാചിക ശക്തികളെ മാറ്റുവാൻ യേശുവിന് കഴിയും. പ്രാർത്ഥനയിലൂടെ നമ്മൾ യേശുവിലേക്ക് അടുക്കുമ്പോൾ എന്തിനേയും മാറ്റാൻ കഴിവുള്ള സർവശക്തനായ യേശു തന്റെ അധികാരവും ശക്തിയും ഉപയോഗിച്ച് നമുക്ക് മോചനം നൽകും. ഈ നോമ്പ് കാലത്തിൽ യേശുവിനോടുള്ള വിശ്വാസത്തിലും പ്രാർത്ഥനയിലും ദൈവവചന ബന്ധത്തിലും ആയിരിക്കാം. അതിന് ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.